الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. ബഹുമാന്യരായ വിശ്വാസിനികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുവഹിദുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിലെ 11-12 വചനങ്ങളാണ് ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നമ്മെ സൃഷ്ടിച്ചയച്ചത് തന്നെ റബ്ബിന് ഇബാദത്തുകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തിലാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സ്വർഗമാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. ആ സ്വർഗം നേടാൻ ഉതകുന്ന കർമ്മങ്ങളെയാണ്, വിശ്വാസങ്ങളെയാണ് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്.
ആ രംഗത്ത് ഏറ്റവും അധികം അല്ലാഹു തആല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ ഒരു ആശയമാണ് സൂറത്ത് ഹദീദിലെ ഓതി വെച്ച ഈ ഒരു ആയത്ത്. വ്യത്യസ്തമായ സൂറകളിൽ വ്യത്യസ്തമായ ശൈലികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ആശയം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കടം നൽകാനുള്ള മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, അല്ലാഹു തആലക്ക് കടം നൽകാൻ തയ്യാറുള്ള ഖർദൻ ഹസന, ഏറ്റവും നല്ല ഖർദ്, ഏറ്റവും നല്ല കടം നൽകാൻ തയ്യാറുള്ള ആരാണ് ഉള്ളത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത്. അല്ലാഹു തആല കടം നൽകുക എന്ന് പറഞ്ഞാൽ ഏതായിരുന്നാലും അത് ബാഹ്യമായ അർത്ഥത്തിലല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. നേരെ മറിച്ച് എന്താണ് ഈ ഖർദ്, കടം എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രതിഫലം കാംക്ഷിച്ച് ചെയ്യുന്ന എല്ലാത്തിനും പറയുന്ന വാക്കാണ് ഖർദ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തഫ്സീറുൽ ഖുർത്തുബിയിൽ ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സാധാരണ അറബികൾ ഖർദ് എന്ന പദം ഉപയോഗിക്കാറുള്ളത് പ്രതിഫലം പ്രതീക്ഷിക്കുന്ന എല്ലാത്തിലും. വൽ അറബു തഖൂൽ ലി ഇൻദ ഫുലാനിൻ ഖർദു സിദ്ഖിൻ വ ഖർദു സൂഇൻ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ലഭിക്കാൻ വേണ്ടി കൊടുക്കുന്ന എല്ലാത്തിനും പറയുന്ന പ്രയോഗമാണ് അറബികൾക്കിടയിൽ ഖർദ് എന്ന പദം എന്നർത്ഥം. പടച്ച റബ്ബിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും പറയുന്ന പ്രയോഗമാണ് ഇവിടെ ആയത്തിൽ പ്രയോഗിച്ച ഖർദൻ ഹസനൻ എന്ന പ്രയോഗങ്ങൾ. സാമ്പത്തികമായി റബ്ബിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക, അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ് ഔ ഫീ സബീലിൽ ഖൈറാത്ത്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക, ഖൈറായ വഴികളിൽ ചെലവഴിക്കുക മുതൽ സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട് വ്യത്യസ്തമായ തലങ്ങളിലുള്ള എല്ലാ ഖൈറിന്റെയും എല്ലാ നന്മയുടെയും വഴികൾക്കാണ് ഇവിടെ ഖർദ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ചെലവഴിക്കൽ നമ്മുടെ പക്കൽ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാന്റെ മാർഗത്തിലേക്ക് ഒരു വിഹിതം. പടച്ച റബ്ബിന് ഞാൻ കടം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയായി അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാനും നൽകണമെന്ന ആ മനസ്സാണ്, ആ നിയ്യത്താണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ പക്കൽ പണമുണ്ടെങ്കിൽ ആ പണത്തിൽ നിന്ന്, നമ്മുടെ പക്കൽ സമയമുണ്ടെങ്കിൽ ആ സമയത്തിൽ നിന്ന്, നമുക്ക് ആരോഗ്യമുണ്ട്, എനർജിയുണ്ട്, ആ ആരോഗ്യത്തിൽ നിന്ന്, അങ്ങനെ തുടങ്ങി എന്തെല്ലാമാണോ നമ്മുടെ പക്കൽ ഉള്ളത് അതിൽ നിന്നൊക്കെ ഒരു വിഹിതം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നൽകണമെന്നാണ് ഈ ആയത്ത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ തിരിച്ചു കിട്ടുന്ന പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന കാര്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹ് പറഞ്ഞു, അങ്ങനെ കൊടുത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നാണ്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, ഫയുളാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. ഫയുളാഇഫഹു ലഹു, അല്ലാഹുവിന് ഇരട്ടിയായി കൊടുക്കുമെന്നാണ്. ഇരട്ടിയായി പടച്ച റബ്ബ് അവന് തിരിച്ചു കൊടുക്കും. വലഹു അജ്റുൻ കരീം, ഒരു മാന്യമായ പ്രതിഫലവുമുണ്ട്, അഥവാ സ്വർഗമുണ്ട് എന്നർത്ഥം. അടുത്ത ആയത്ത് അല്ലാഹ് സൂചിപ്പിച്ചത് സ്വർഗത്തെ കുറിച്ച് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തേക്ക് നാം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ അത് നഷ്ടമല്ല, അത് കൊടുത്ത് ഒഴിവായി പോകലല്ല, അത് യഥാർത്ഥ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഡെപ്പോസിറ്റ് ആണ്. അത് തിരിച്ച് ഇരട്ടിയായി പടച്ച റബ്ബ് തിരിച്ചു നൽകുമെന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഒറ്റ നിബന്ധന, അയ്യകൂന ഖർദൻ ഹസനൻ, ഹസനായ ഖർദാവണം, നല്ല കടം എന്നാണ് പറയുന്നത്. എന്താണ് ഖർദുൻ ഹസൻ? എപ്പോഴാണ് കടം നല്ല കടമായി മാറുക? ഒരുപാട് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴാണ് ഒരു കടം നല്ല കടമായി മാറുകയെന്ന്. അതെല്ലാം ഉണ്ടാകുമ്പോഴാണ് അത് ഖർദുൻ ഹസൻ എന്ന് പറയുക. അല്ലാതെ കൊടുത്തു എന്നുകൊണ്ട് മാത്രം അത് ഹസനാകണം എന്നില്ല. ഒന്നാമതായി വേണ്ടത് അവിടെ നിയ്യത്ത് തന്നെയാണ്. ഖർദുൻ ഹസനാകണമെങ്കിൽ, നല്ല കടമാകണമെങ്കിൽ ഒന്നാമത് ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത് ഒന്ന് അയ്യകൂന സ്വാദിഖൻ നിയ്യ, നിയ്യത്ത് ശരിയാവണം. അപ്പോഴാണ് ഖർദുൻ ഹസനായി മാറുക. നൽകിയത്
ശരിയായ കടമായി സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ ചെയ്ത മനുഷ്യൻ അവനുണ്ടാവണ നീയത്ത് അത് സ്വഹീഹാവണം, ശരിയായ നീയത്താവണം. ലോകമാനത്തിന് വേണ്ടി, റിയാഇന് വേണ്ടി, പേരിനും പെരുമക്കും വേണ്ടി, ആളുകൾ പറയാൻ വേണ്ടി അത് വലിയ മുത്തസദ്ദിഖാണ്, ജവാദാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അത് ഖർളുൻ ഹസനല്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അവന് സ്വാദിഖുൻ നിയ്യ, അവൻ നല്ല നിയ്യത്തായി മാറണം. ത്വയ്യിബൻ നഫ്സ് അൻ യകുന സ്വാദിഖൻ നിയ്യതി ത്വയ്യിബൻ നഫ്സ്, മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുകയും വേണം. മനമില്ല, മനസ്സോടെയല്ല. നിയ്യത്തൊക്കെ ശരിയാണ്, പക്ഷേ അവന് കൊടുക്കാത്ത അങ്ങ് പോരാ. കൊടുത്തിട്ടുണ്ട് കൂലി കിട്ടാൻ വേണ്ടി തന്നെയാണ്, പക്ഷേ ത്വയ്യിബുൻ നഫ്സ് അല്ല. അവൻ നൽകിയത് എന്താപ്പ ചെയ്യാ? അവരൊക്കെ വന്ന് ചോദിക്കുമ്പോ കൊടുക്കാൻ വയ്യല്ലോ. ബഹുമാനിക്കപ്പെടുന്ന ആളുകളാണ് വന്നത്, വലിയ വലിയ ആളുകളാ വീട്ടിൽ കയറി വന്നത്. എല്ലാവരും വരുമ്പോ എങ്ങനെ മടക്കി അയക്കാം? അതുകൊണ്ട് കൊടുക്കന് ഏതായാലും പരലോകത്തേക്കല്ലേ കൂലി കിട്ടുമല്ലോ. അവിടെ നിയ്യത്ത് ശരിയായിരിക്കാം, പക്ഷേ അവന്റെ ത്വയ്യിബുൻ നഫ്സ് എന്ന നഫ്സറിഞ്ഞ് നല്ല മനസ്സോടു കൂടിയല്ല അവൻ രണ്ടും വെക്കണം. അപ്പോഴാണ് പൂർണ്ണമായ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഖർളുൽ ഹസനാവണമെങ്കിൽ മറ്റൊന്ന് പറഞ്ഞത് യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ദൂന റിയാഇ വസ്സുംഅ, പടച്ച റബ്ബിന്റെ വജ്ഹാണ് അവൻ കാക്ഷിക്കേണ്ടത്, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി. ദൂന റിയാഇ വസ്സുംഅ, റിയാഇന് വേണ്ടിയല്ല, സുംഅത്ത് പേരിന് വേണ്ടിയല്ല, പെരുമയ്ക്ക് വേണ്ടിയല്ല. അയാളൊക്കെ എത്രയാ കൊടുക്കുന്നത്? വലിയ കൊടുതിയുള്ള ആളാണ്, വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് പറയാനാണെങ്കിൽ അത് പറയുമെന്നല്ലാതെ ആ കൊടുതിക്ക് ഖർളുൽ ഹസൻ എന്ന് പറയുകയില്ല എന്നാണ്. മറ്റൊന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അൻ യകൂന മിനൽ മാലിൽ ഹലാൽ, ഹലാലായ സ്വത്തിലാവണം നൽകുന്നത്. ഹറാമായ വഴിക്ക് പണമുണ്ടാക്കി അത് സ്വതക്കയും ചെയ്തു ഒരു കാര്യവുമില്ല. കൈക്കൂലി വാങ്ങി കൊള്ളലാഭമുണ്ടാക്കി തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഹറാമായ വഴിയിൽ പണം സമ്പാദിച്ചു, ഹറാമില്ലെന്ന് അയാൾ ചെലവഴിച്ചു, കാര്യമില്ല. ഇന്നല്ലാഹ ത്വയ്യിബ് ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹ് ത്വയ്യിബാണ്, ത്വയ്യിബല്ലാതെ അവൻ സ്വീകരിക്കയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ ബിമാ അമറ ബിഹിൽ മുർസലീൻ, പ്രവാചകന്മാർ കൽപ്പിച്ച അതേ കൽപ്പനയാണ് അല്ലാഹു തആല വിശ്വാസികളോടും കൽപ്പിച്ചത് എന്നാണ്. ത്വയ്യിബാണ് ഭക്ഷിക്കേണ്ടത്, ത്വയ്യിബാണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു തആല റസൂലുമാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അല്ലാഹു തആല വിശ്വാസികളോടും കൽപ്പിച്ചത് എന്നാണ്. ആ നിലക്ക് ഏറ്റവും നല്ല നിലക്കാവണം അവൻ നൽകേണ്ടത് എന്നത്. അതാണ് ഖർളുൻ ഹസൻ. അതോടൊപ്പം പണ്ഡിതന്മാർ വിശദീകരിച്ചു മറ്റൊന്ന്, ഖർളുൻ ഹസൻ ആകണമെങ്കിൽ ഉണ്ടാവേണ്ട മറ്റൊരു നിബന്ധന, അതിനെ കൂടെ ഒക്കെയാണ് മറ്റൊരു കാര്യം, ഏറ്റവും ചീപ്പായത് കൊടുക്കാൻ അയാൾ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ അത് ഖർളുൻ ഹസൻ അല്ല എന്നാണ്. ഖർളുൻ ഹസൻ അല്ല കൊടുക്കുന്നുണ്ട്, പക്ഷേ ആർക്കും വേണ്ടാത്തത്, ഒന്നിനും പറ്റാത്തത്, ഇതിനിപ്പോ ഒന്നിനും പറ്റില്ല, എന്നാ പിന്നെ സ്വതക്ക ചെയ്യാം. അതാകെ ഒടിഞ്ഞ് മുറിഞ്ഞ് ഒന്നിനും പറ്റാതെ സൈഡായി കിടക്കുക, എന്നാ പിന്നെ പള്ളിക്ക് അങ്ങ് കൊടുക്കാം. അതല്ല, അത് സ്വതക്കയാണ്, അല്ല എന്നല്ല, പക്ഷേ അതിന് ഖർളുൻ ഹസൻ എന്ന് പറയില്ല. അവൻ ഏറ്റവും പ്രിയപ്പെട്ടത്, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് നൽകുമ്പോഴാണ് ഏറ്റവും നല്ല ഖർളായി അത് പരിഗണിക്കപ്പെടുക. അല്ലാതെ ആർക്കും വേണ്ടാത്ത, ഒന്നിനും പറ്റാത്ത, അവനെ പോലും പറ്റാത്തതല്ല ചെലവഴിക്കുക. അല്ലാഹു തആല പറഞ്ഞു, വലാ തുൻഫിഖുൽ ഖബീസ മിൻഹു വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങൾ ചെലവഴിക്കാൻ ഏറ്റവും നീചമായത് ലക്ഷ്യം വെക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ പോലും അത് സ്വീകരിക്കുകയില്ല, അങ്ങനത്തെ ഒന്ന് പിന്നെ നിങ്ങൾ ചെലവഴിച്ചുകൂടാന്ന്. എപ്പോഴും ആര് ചോദിച്ചാലും നോക്കി ഏറ്റവും താഴോട്ട് നോക്കി ഏറ്റവും ചെറിയ നാണയത്തൊട്ടേതാ അതാ നമ്മൾ കൊടുക്കരുത്. അതില്ലെങ്കിൽ ചില്ലറല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുക ചെയ്യാം. അപ്പൊ ആർക്കും വേണ്ടാത്ത, ഒന്നിനും പറ്റാത്ത, ഒരു വിലയും കൽപ്പിക്കാത്തത് അത് സ്വതക്ക ചെയ്യാൻ, അതല്ല, അത് ഖർളുൻ ഹസൻ അല്ല. നേരെമറിച്ച് മിനൽ മാലിൽ ഹസൻ, ഏറ്റവും നല്ല സമ്പത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബുൻ, ഏറ്റവും പ്രിയപ്പെട്ടത് ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയുക എന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം അവിടെ പ്രധാനമാണ്. അതോടൊപ്പം മറ്റൊന്ന് പഠിപ്പിച്ചു, ഒരു പ്രതീക്ഷിക്കുന്ന, ജീവിതത്തിൽ പ്രതീക്ഷയുള്ള ഒരു സമയത്താണ് ചെലവഴിക്കേണ്ടത്. എല്ലാം കഴിഞ്ഞു, ഇനി അവസാന ശ്വാസം കാത്തു കിടക്കുകയാണ്, ഏതായാലും ഇനി സമ്പത്തൊന്നും ഉപയോഗിക്കാൻ പറ്റൂല, എന്നാ പിന്നെ കുറച്ച് പള്ളിക്ക്, കുറച്ച് മറ്റേ സ്ഥാപനത്തിലേക്ക് എന്ന് പറഞ്ഞ് കൊടുക്കലല്ല ഖർളുൻ ഹസൻ. അതിന് കൂലിയില്ല എന്നല്ല, കൂലി കിട്ടും, പക്ഷേ അതല്ല ഖർളുൻ ഹസൻ. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, നീ സ്വതക്ക ചെയ്യുന്നതിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞത്, അൻത സ്വഹീഹുൻ
ശഹീഹുൻ തഅമദുൽ ഐഷ എന്നാണ്. നീ ആരോഗ്യമുള്ള സമയത്ത്, ഈ സമ്പത്തിനോട് താല്പര്യമുള്ള സമയത്ത് നീ ചെലവഴിക്കാം. ജീവിതത്തിൽ നിനക്ക് പ്രതീക്ഷയുണ്ട്, ഒരു ഭാവിയെ പറ്റി പ്രതീക്ഷയുണ്ട്, ആ സമയത്താണ് നീ കൊടുക്കേണ്ടത്. വലാ തുംഹിൽ ഹത്താ ഇദാ ബലഗത്തി തറാഖിയ ഖുൽത ലിഫുലാനിൻ കദാ വലിഫുലാനിൻ കദാ എന്നാണ്. നീ നീട്ടിവെക്കേണ്ടതില്ല. അങ്ങനെ മാറ്റി 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 വെച്ച് അവസാനം പ്രായമായി രോഗമായി ഒന്നിനും പറ്റാതായി കിടക്കുമ്പോ അന്നിങ്ങനെ ലിഫുലാനിൻ കദാ വലിഫുലാനിൻ കദാ, അയാൾക്ക് ഇത്ര, ഇയാൾക്ക് ഇത്ര, ആ പള്ളിക്ക് ഇത്ര, ഈ സ്ഥാപനത്തിന് ഇത്ര, ആ കോളേജിന് ഇത്ര എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാത്തിരിക്കേണ്ടതില്ല. വഖദ് കാന ലിഫുലാൻ, അപ്പോഴേക്കതൊക്കെ മറ്റു പലതും ആയി പോയിട്ടുണ്ടാകുന്ന. അപ്പൊ അതല്ല ഏറ്റവും നല്ലത്. നേരെ മറിച്ച് വഅൻത സ്വഹീഹുൻ ശഹീഹുൻ, നീ സ്വഹീഹായ അവസ്ഥയിൽ, ആരോഗ്യവാനായ അവസ്ഥയിൽ, സമ്പത്തോട് താല്പര്യമുള്ള ആ അവസ്ഥയിലാണ് നീ കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഖർദുൻ ഹസനായി മാറുക. മറ്റൊന്ന് എണ്ണി പറഞ്ഞു, അവൻ ചെയ്തതിനെ സ്വകാര്യമാക്കി വെക്കുക, രഹസ്യമാക്കി വെക്കുക. നാലാളെ മുമ്പിൽ വിളിച്ചു പറഞ്ഞതല്ല, അതെല്ലാരും അറിയിക്കുന്നതല്ല. ചെയ്തത് എന്താവട്ടെ, സമ്പത്താണെങ്കിലും അല്ലാത്ത പരിശ്രമങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ വഴി ചെയ്ത ഖിദ്മത്താണെങ്കിലും അതൊക്കെ മറച്ചു വെക്കുക. ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും അറിയണമെന്നല്ല, പേര് വരണമെന്നല്ല, പത്രത്തിൽ ഫോട്ടോ വരണമെന്നല്ല, നാട് മുഴുവൻ കട്ടൗട്ടുകൾ വെക്കണമെന്നല്ല. അത് ഖർദുൻ ഹസനല്ല. അത് ചിലപ്പോൾ ഖൈറുണ്ടാകാം. അത് കണ്ട് വേറെ കുറെ ആളുകൾ ചെയ്യാൻ പ്രചോദനമായേക്കാം. ആ നിയ്യത്തിൽ പക്ഷേ ചെയ്യേണ്ടി വന്ന ഘട്ടങ്ങൾ ചെയ്യുകയും വേണ്ടി വന്നേക്കാം. പക്ഷെ ഖർദുൻ ഹസൻ എന്നത് അതല്ല. പരമാവധി സ്വകാര്യമായി വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത വിധത്തിൽ കൊടുക്കുക എന്നാണ്. ലാ യഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു എന്നല്ലേ. വലത് കൈ ചെലവഴിക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധമാണ് ചെലവഴിക്കേണ്ടത് എന്ന് പറയുന്നു. അതേപോലെ മറ്റൊന്ന് എടുത്തു പറഞ്ഞത് ആ ചെയ്ത കാര്യങ്ങൾ തന്നെ എടുത്തു പറയാതിരിക്കുക എന്നാണ്. അത് എടുത്തു പറയാതിരിക്കുക, അല്ലാ യമുന്ന, എടുത്തു പറയാതിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ കല്ലദി യുൻഫിഖു മാലഹു റിആ അന്നാസ്. എടുത്തു പറഞ്ഞും അതിന്റെ പേരിൽ പ്രയാസപ്പെടുത്തിയുമൊന്നും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, ബാത്തിലാക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ മറ്റൊന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചത്, എത്ര വലിയത് നൽകിയാലും അതൊന്നും ഒന്നുമല്ല എന്ന മനസ്സാണ് അവന് വേണ്ടത്. ഞാൻ ഒരുപാട് കൊടുത്തു എന്നല്ല, ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട് എന്നല്ല. കാരണം എന്താ, ദുനിയാവ് തന്നെ ഖലീലാണ്. ഇനി ആ ഖലീലിൽ അവൻ എത്ര കൊടുത്താലും അത് ഖലീലാണ്. എത്ര വലിയ സംഖ്യ കൊടുത്തു, ധാരാളമായി പരിശ്രമിച്ചു, ഒരുപാട് അവൻ അധ്വാനിച്ചു, ഞാനൊക്കെ എത്രയാണ് ചെയ്തത്, ഞാനൊക്കെ എത്രയാണ് ഓടിയത്, എത്രയാണ് പരിശ്രമിച്ചത് എന്ന് പറയാനില്ല. അവൻ എത്ര തന്നെ ചെയ്താലും എല്ലാം ഖലീലാണ്, തുച്ഛമാണ്. അപ്പൊ ആ ഖലീലിൽ നിന്ന് ഖലീലാണ് അവൻ നൽകിയത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കൊടുത്തുവെന്ന് അതിന്റെ ഒരു മേന്മ കടിക്കാൻ ഇല്ല എന്നർത്ഥം. അതോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് അത് കൊടുക്കുമ്പോഴാണ് അത് ഖർദുൻ ഹസനായി മാറുക എന്നാണ്. ഈ നിലക്ക് ഒരുപാട് നിബന്ധനകൾ പാലിക്കപ്പെടുന്നതാണ് ഖർദുൻ ഹസൻ. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, ആരുണ്ട് പടച്ച റബ്ബിന് ഏറ്റവും നല്ല കടം നൽകാൻ എന്നാണ്. സമ്പത്ത് നൽകൽ മാത്രമല്ല, സൂചിപ്പിച്ച പോലെ എന്തെല്ലാം ഉണ്ടോ ആ രംഗത്തൊക്കെയുണ്ട് ഒരു ഖർദുൻ ഹസൻ. അങ്ങനെ അവൻ നൽകാൻ തയ്യാറാകുന്നുവെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് തിരിച്ചു നൽകും. ഫയുളാഇഫഹു ലഹു, അവൻ അല്ലാഹു തആല ഇരട്ടിയായി കൊടുക്കും. വലഹു അജ്റുൻ കരീം. മാത്രമല്ല, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അന്ന് വിശ്വാസികൾക്ക് അവരുടെ മുന്നിലും അവരുടെ വശങ്ങളിലുമൊക്കെയായി അവിടെ ആ പ്രകാശം അങ്ങനെ ഉണ്ടാകുന്ന ആ സമയം, ആ ദിവസം അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും. ഇന്നിതാ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്, ജന്നാത്തിൻ, സ്വർഗമാണ് ഇന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്തയുള്ളത്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ് നിങ്ങൾക്ക് ഇന്ന് സന്തോഷ വാർത്ത. ഖാലിദീന ഫീഹാ, അതിൽ ശാശ്വതരാണ് എന്ന് മാത്രമല്ല, ذلك هو الفوز العظيم. ذلك هو الفوز العظيم. അതാണ് ഏറ്റവും വലിയ മഹത്തായ വിജയമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. അപ്പൊ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട നിയ്യത്ത് അതാണ്.
നമ്മുടെ നിയ്യത്ത് എന്റെ പക്കലുള്ളതിൽ നിന്നൊക്കെ ഒരു വിഹിതം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറാകണം. എനിക്കൊരു ഡെപ്പോസിറ്റായി, ഒരു ഇൻവെസ്റ്റ്മെന്റായി അതെനിക്ക് അവിടെ എന്നും ഉണ്ടാകണം. അത് ഇൻഷാ അല്ലാഹ് ഇരട്ടിക്കേട്ടിയായി എനിക്കത് തിരിച്ചു കിട്ടണമെന്ന ആ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു തആല നൽകും, കണക്കില്ലാതെ നൽകുമെന്നാണ്. 700 വരെ എന്നൊക്കെ ഹദീസ് പഠിപ്പിക്കുന്നു. 10 മുതൽ 700 വരെ, 700 വരെ. അതിനപ്പുറത്തേക്കും അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനും അപ്പുറത്തേക്ക് ഇരട്ടിയായി നൽകുമെന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഹദ്ദില്ല, കണക്കില്ല എന്നാണ്. എത്രയാണ് റബ്ബ് നൽകുക? കണക്കില്ല. എന്തിനാ അല്ലാഹു ഇങ്ങനെ സംവിധാനം വെച്ചത്? നമ്മെ സ്വർഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മെ സ്വർഗത്തേക്ക് എത്തിക്കാൻ, അതിനാണ് അല്ലാഹു തആല ഇങ്ങനെ സംവിധാനം വെച്ചിരിക്കുന്നത്. അല്ലാതെ അല്ലാഹുവിന് ആവശ്യം ഉണ്ടായിട്ടല്ല. ഇതൊക്കെ വെച്ചത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയാണ്. റബ്ബ് കടം ആവശ്യപ്പെടുന്നത്, നൽകാൻ ആവശ്യപ്പെടുന്നത് നമുക്കത് നാളെ പരലോകത്ത് ലഭിക്കുന്നതിനാണ്. ഇമാം മുഖാത്തിൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലിയകൂന ദലീലൻ ലഹും ഇലൽ ജന്ന, ലിയകൂന ദലീലൻ ലഹും ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ദലീൽ, സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാവാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നിലക്ക് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ആ ഒരു ചിന്താഗതിയാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എപ്പോഴും റബ്ബിന്റെ മാർഗത്തിൽ എന്റെ കൈവശമുള്ളതിലൊക്കെ എനിക്ക് ഒരു വിഹിതം മാറ്റിവെക്കണമെന്ന നെയ്യത്തോടെ ഏറ്റവും നല്ല മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്മയുടെ ഭാഗങ്ങൾ ധാരാളമാണ്. അബ്വാബുൽ ഖൈർ എന്ന് പറയും. ഖൈറിന്റെ കവാടങ്ങൾ, നന്മയുടെ കവാടങ്ങൾ വൈവിധ്യങ്ങളാണ്, ധാരാളമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന വലിയൊരു നിഅമത്താണത്. കൂലി കിട്ടാൻ, പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ചെയ്യാവുന്ന കണക്കില്ലാത്ത കർമ്മങ്ങൾ, ചെറിയ ചെറിയ അമലുകൾ കൊണ്ട് വലിയ വലിയ പ്രതിഫലം നേടാവുന്ന എത്രയോ സംഗതികൾ അല്ലാഹും റസൂലും നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. കേവലം ഒരു പണം ചെലവഴിക്കൽ മാത്രമൊന്നുമല്ല. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, എല്ലാ ദിവസവും ഒരു മനുഷ്യന് അവന്റെ ഓരോ ജോയിന്റുകൾക്കും സ്വതക്കയുണ്ട്. യുസ്ബിഹു കുല്ലു സുലാമ, എല്ലാ ജോയിന്റുകൾക്കും ഉണ്ട് എല്ലാ ദിവസവും സ്വതക്ക. സുബ്ഹാനല്ലാഹ് സ്വതക്കയാണ്, അൽഹംദുലില്ലാഹ് സ്വതക്കയാണ്, അല്ലാഹു അക്ബർ സ്വതക്കയാണ്, അസ്തഗ്ഫിറുല്ലാഹ് സ്വതക്കയാണ്, നന്മ കൽപ്പിക്കൽ അംറും ബിൽ മഅറൂഫി സ്വതക്ക, സദാചാരം കൽപ്പിക്കൽ സ്വതക്കയാണ്, ദുരാചാരം വിരോധിക്കൽ സ്വതക്കയാണ്. വതുഈനു റജുല ദാബത്തിഹി, ഒരു മനുഷ്യൻ അയാളുടെ വാഹനപ്പുറത്ത് കയറാൻ, അയാളുടെ മൃഗത്തിനെ പുറത്തേക്ക് വല്ലതും എടുത്തു വെക്കാൻ അയാളെ സഹായിക്കുന്നുവെങ്കിൽ സ്വതക്കയാണ്. അതേപോലെ വഴിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് മാറ്റിവെക്കുന്നുവെങ്കിൽ സ്വതക്കയാണ്. അങ്ങനെ ആലോചിച്ചാൽ എത്ര സ്വതക്കുകളുടെ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ജോയിന്റുകൾക്കും മുഴുവൻ സന്ധികൾക്കും ഓരോ സ്വതക്കയും നിർവഹിക്കാനുണ്ട് എന്നാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര തബസ്സുമുക അലാ വജ്ഹി അഖീക സ്വതക്ക, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്ക. ഇസ്ലാമിന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. കേവലം പള്ളി വന്ന് നിസ്കരിക്കുന്നത് മാത്രമൊന്നുമല്ല പുണ്യകർമ്മം എന്ന് പറയുന്നത്. ഒരാളെ കാണുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ അയാൾ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ അതുപോലും സ്വതക്കയാണ്. എന്താ അപ്പൊ മുടക്കുള്ളത്? അത് എന്താ മുടക്കുള്ളത്? ഒന്നും ചെയ്യാനില്ലല്ലോ. ഒരാളെ കാണുമ്പോൾ ചിരിക്കുന്നു, എന്താ അത് നമുക്ക് ഒരു മുടക്കുള്ളത്? അതുപോലും സ്വതക്കയായി പഠിപ്പിക്കുന്നു. സലാം പറയുന്നു, സ്വതക്കയാണ്. ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു, സ്വതക്കയാണ്. ഒരാളെ ഏതെങ്കിലും സഹായിക്കുന്നു, സ്വതക്കയാണ്.
ഒരു വാഹനത്തിൽ കയറാൻ ഒന്നും കൈ പിടിച്ചൊന്നങ്ങ് കയറ്റി കൊടുത്തു, സ്വതക്കയാണ്. ഒരു ലോഡ് എടുക്കാൻ കഴിയാൻ നിൽക്കുന്ന ഒരാൾക്ക് ലോഡ് ഒന്നങ്ങ് പൊക്കാൻ സഹായിച്ചു കൊടുത്തു, സ്വതക്കയാണ്. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നന്മയുടെ ധാരാളം വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ നിയ്യത്ത് ശരിയാണെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പ്രതിഫലാർഹമാക്കി മാറ്റാൻ കഴിയും. അതല്ല, അതൊന്നും ആത്മാർത്ഥമായി ഉൾക്കൊള്ളാതെ അവനവന് വേണ്ടിയാണ് എന്ന മനസ്സില്ലാതെ ആർക്കോ വേണ്ടി, ആരെയോ കാണിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തു പോകുന്നുവെങ്കിൽ അത് നഷ്ടമായിട്ടാണ് മാർഗം. അടുത്ത ആയത്തല്ല പറഞ്ഞത് മുനാഫികളെ പറ്റിയാണ്. ഇത് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളെ പറഞ്ഞു, സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. ശേഷം അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് ലില്ലദീന ആമനൂ. പരലോകത്തെത്തുമ്പോൾ കപട വിശ്വാസികളായ ആളുകൾ, ആണും പെണ്ണുമായവർ മുഅ്മിനീങ്ങളെ നോക്കി തങ്ങളുടെ വേദന പറയുന്ന രംഗമാണ് റബ്ബ് പിന്നെ പറയുന്നത്. വിശ്വാസികളെല്ലാം ഈ പ്രകാശം കിട്ടി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോൾ അല്ലാത്തവർ അവിടെ പ്രയാസപ്പെടുകയാണ്. ദുന്യാവിൽ വെച്ച് ചെയ്തില്ലല്ലോ, ദുന്യാവിൽ വെച്ച് കാപ്പട്യം കാണിച്ചുവല്ലോ എന്ന ആ വേദന പങ്കുവെക്കുമ്പോൾ അന്ന് അവിടെ രക്ഷയില്ല എന്നാണ് അല്ലാഹു തആല ശേഷം ഓർമ്മപ്പെടുത്തുന്നത്. സ്വഹാബിമാർക്ക് ഈ ആയത്തിനെ അതേപടി അമൽ ചെയ്തത് ധാരാളം കാണാൻ കഴിയും. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു നബിയെ വന്നുകൊണ്ട്, നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് കടം ആവശ്യപ്പെടുകയാണോ എന്ന് ചോദിച്ചു. അതെ, കടം ആവശ്യപ്പെടും. എന്തിനാണ്? നിങ്ങൾക്ക് സ്വർഗം തരാനാണ്, നിങ്ങൾക്ക് സ്വർഗം തരാനാണ്. അതേ നബിയോട്, നബി എനിക്ക് 2 ഈത്തപ്പഴത്തോട്ടങ്ങളുണ്ട്, അതല്ലാതെ മറ്റൊന്നും എനിക്കില്ല. എന്റെ ആകെ സമ്പാദ്യം ആ 2 ഈത്തപ്പഴത്തോട്ടമാണ്. അത് രണ്ടും ഞാനിതാ അള്ളാന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നു. റസൂലേ കൈ നീട്ടു എന്ന് പറയൂ. നബി ഞങ്ങൾ കൈ നീട്ടി. ആ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇതാ ഇത് രണ്ടും ഞാൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നു. നബി ഞങ്ങൾ പറഞ്ഞു, വേണ്ട, 1 നൽകാം, 1 എന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ അദ്ദേഹം ശരി, എങ്കിൽ ഏറ്റവും ഖൈറായത്, ഏറ്റവും മുന്തിയത് ഞാൻ മാറ്റിവെക്കാം. ഈ തോട്ടം ഞാൻ ഇത് അള്ളാന്റെ മാർഗത്തിൽ വെച്ചു. ഫീഹി 600 നഖല, 600 ഈത്തപ്പനകളുള്ള ആ തോട്ടം, 600 ഈത്തപ്പന മരങ്ങൾ, നല്ല വിളവെടുപ്പുള്ള തോട്ടം. ആ തോട്ടം ഇതാ നബിയെ ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുകയും നബി ഞങ്ങളെ പറഞ്ഞു, റാബിഹ് റബിഹ്, അല്ലാത്ത ലാഭമാണ് എന്ന് പറയും. എനിക്ക് പകരം അല്ലാഹു തആല സ്വർഗം നൽകുമെന്ന് നബി ഞങ്ങൾ ഓഫർ നൽകുന്നു. ഹദീസിൽ കാണാം, അദ്ദേഹം നേരെ തോട്ടത്തിൽ ചെല്ലുമ്പോൾ ഭാര്യയും മക്കളും ആ തോട്ടത്തിലുണ്ട്. അദ്ദേഹം വിളിക്കണം ആ ഭാര്യയെ, ഇറങ്ങണം, അവിടുന്ന് ഇറങ്ങണം, കാരണം ഞാനിത് കൊടുത്തു കഴിഞ്ഞു. അഖ്റൽതുഹാ ലിറബ്ബി അസ്സ വജൽ, എന്റെ റബ്ബിന് ഞാനിത് കടമായി കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഭാര്യ പറഞ്ഞു, റബിഹത് തിജാറതുക്, നിങ്ങളെ കച്ചവടം ലാഭമാവട്ടെ എന്ന് പറഞ്ഞ് ഭാര്യയും മക്കളും ആ തോട്ടത്തിൽ ഇറങ്ങി. അത് അള്ളാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുന്നത് ഹദീസിൽ കാണാൻ. ഈ ആയത്തിനെ എങ്ങനെ അവർക്ക് ജീവിതത്തിൽ പാലിച്ചുവെന്നാണ്. സഹോദരൻ, എപ്പോഴും ജീവിതത്തിൽ ഏത് സമയത്ത് നമുക്കുണ്ടാവേണ്ട ഒരു മനസ്സതാണ്. ഉള്ളതെല്ലാം കൊടുക്കാൻ മാത്രം നമ്മളാരും അത്ര മാനസിക വിഷാദമുള്ളതല്ല. പക്ഷേ എപ്പോഴും ഉള്ളതില്ലെന്ന് ഒരു വിഹിതമെങ്കിലും അള്ളാന്റെ മാർഗത്തിലേക്ക് മാറ്റിവെക്കണം. എന്റെ സമയം 24 മണിക്കൂർ ജീവിക്കുമ്പോ ആ 24 മണിക്കൂറും വെറും നമ്മുടെ ജോലിയും തീറ്റയും കുടിയും എല്ലാമായി അങ്ങനെ പോകേണ്ടതല്ല. കുറച്ച് സമയമെങ്കിലും അള്ളാന്റെ ദീനിന്റെ വഴിയിൽ, ഒരൽപ്പം സമ്പത്തെങ്കിലും അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ. എനിക്ക് ആരോഗ്യമുണ്ട്, ആ ആരോഗ്യത്തിന് ഒരു ഭാഗം അള്ളാന്റെ ദീനിന് വേണ്ടി മാറ്റിവെക്കണമെന്ന എല്ലാം പടച്ച റബ്ബിന് വേണ്ടി കൊടുക്കുക. മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു, പടച്ച റബ്ബിന് ഇരട്ടിയായി കൊടുക്കുക. 5 or 6 സ്ഥലത്ത് അല്ലാഹു തആല ഖുർആനിൽ ഈ ആശയമുള്ള വചനങ്ങൾ അവതരിപ്പിച്ച് കാണാൻ പറ്റും. സഹോദരങ്ങളെ, പരലോകം ലഭിക്കണം, സ്വർഗം കിട്ടണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് നഷ്ടമായാൽ നമ്മളെക്കാൾ നഷ്ടക്കാർ മറ്റാരുമില്ല. മരിച്ചു ചെല്ലുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തിയില്ല എങ്കിൽ നമ്മേക്കാൾ നഷ്ടപ്പെട്ടവർ മറ്റാരുമില്ല. ഖസറ ദുനിയാ വൽ ആഖിറ, ദുനിയാവും നഷ്ടമായി, ആഖിറവും നഷ്ടമായി. അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് പഠിപ്പിച്ച് ഗണത്തിലാവും നമ്മളൊക്കെ ഉണ്ടാവുക. അല്ലാത്ത ദുനിയാവിലെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിച്ച് തോന്നിവാസങ്ങളിൽ മുഴുകി ഇവിടെങ്കിലും അത് ആസ്വദിച്ചു എന്ന് കരുതാം. നമ്മൾ പരലോകം കാക്ഷിച്ചുകൊണ്ട് ഹറാമെന്നെല്ലാം വിട്ടുനിന്ന് ജീവിതത്തിൽ മദ്യം കഴിച്ചിട്ടില്ല, വ്യഭിചരിക്കാൻ പോയിട്ടില്ല, മോഷ്ടിക്കാൻ പോയിട്ടില്ല, പലിശ വാങ്ങിയിട്ടില്ല, ആ വക തിന്മകൾക്ക് ഒന്നും പോകാതെ
മനസ്സിന് അതൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ ശരീരത്തിന് കൊതിയില്ലാഞ്ഞിട്ടോ അല്ലല്ലോ. പടച്ചറബ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതൊക്കെ വേണ്ടെന്ന് വെച്ച് ജീവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ സ്വർഗം കിട്ടിയില്ലെങ്കിൽ നമ്മളെക്കാൾ നട്ടക്കാർ മറ്റാരാണ്? സ്വർഗം കിട്ടണം. നബി തങ്ങൾ പറഞ്ഞു, ലമൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിലെ ഒരു ചാട്ടവാറ കുത്തുന്ന സ്ഥലം, മൗദിഉ സൗത്തിൻ, ഒരു ചാട്ടവാർ ഇങ്ങനെ കുത്താനുള്ള സ്ഥലം കിട്ടലാണ് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ദുനിയാവും അതിലെ മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറായത് എന്ന നബിവചനം മറക്കാൻ പാടില്ല. അലാ ഇന്ന സല്ലത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സല്ലത്തല്ലാഹിൽ ജന്ന. അറിയണേ, സ്വർഗം എന്ന അള്ളാഹിന്റെ വിഭവം മൂല്യമുള്ളതാണ്, ഗാലിയത്താണ്, വിലമതിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി അധ്വാനിക്കണേ. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവർ അതിനു വേണ്ടിയാകട്ടെ മത്സരിക്കേണ്ടത് എന്ന വിശുദ്ധ ഖുർആനിലെ വചനം ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ നിലയ്ക്ക് ക്രമീകരിക്കാൻ പരിശ്രമിക്കുക. സ്വർഗം കിട്ടണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാവുക. അതിനുവേണ്ട പരിശ്രമങ്ങൾ, സർവോപരി പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.